പണി എങ്ങനെ ചെയ്തു തീർക്കാനാ? ലേബേഴ്സിനെ കിട്ടുന്നില്ലല്ലോ. പണി പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണം നമുക്ക് കിട്ടത്തില്ല. അതാണ് കുഴപ്പം. വർക്കേഴ്സ് വേണോ? എന്നെ കൊണ്ട് 4 വർക്കേഴ്സ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിന് എനിക്ക് എത്ര പേ ചെയ്യും? ഇപ്പൊ എത്ര ചോദിച്ചാലും തരും. വളരെ അർജന്റ് ആണ്. ഓക്കേ. ജോൺ ആകാൻ പോകുന്നു. ജോൺ ആകാൻ പോകുന്നു. ജോൺ മോട്ടു പത്ലു കമ്പനി ലേബറായി മാറും. ഈ ജോണെ തടുക്കാനാവില്ല. എന്നാ കവിത പറഞ്ഞ പുകഴ്ത്തലൊക്കെ പിന്നെ മതി. ആദ്യം മോട്ടു പത്ലുവിനെ പോയി നോക്കടാ. ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് നിൽക്കൂ പ്ലീസ്. എന്താണ് പറഞ്ഞോളൂ. അതാ കണ്ടോ ബിൽഡിംഗ്? അതാണ് നാഷണൽ മ്യൂസിയം. അത് ജർമ്മനിയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയ മ്യൂസിയം ആണ്. ഇവിടെ ഞങ്ങൾക്ക് സീക്രട്ട് സർവീസ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഇവിടെ സ്റ്റാച്ചു വെക്കും. നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റാച്ചു അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ആര് പറഞ്ഞില്ലെന്ന്? എന്റെ സ്റ്റാച്ചു നിങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റുമോ? അതെ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ സ്റ്റാച്ചു അവിടെ വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ രഹസ്യം ആരോടും പറയാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേഷം മാറ്റി നിങ്ങളുടെ മുഖം മറച്ചിട്ടേ വരാൻ പാടുള്ളൂ. അപ്പോളെ ആര് ജോലി ചെയ്യുന്നു എന്ന് മറ്റവർക്ക് അറിയാതെ ഇരിക്കുള്ളൂ. ഓ, അത് ശരി. ഓക്കെ ഡൺ. ഇന്ന് രാത്രി എല്ലാരും ഉറങ്ങിയതിനു ശേഷം നിങ്ങൾ പുറപ്പെട്ടു വരൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ സർ. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അതിനുശേഷം എല്ലാവരെയും ഞാൻ ജോലി ചെയ്യിപ്പിക്കും. അവസാനം പൈസ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ബോസ്, ഇനി 10 മാത്രമേ ബാക്കിയുള്ളൂ. വരൂ, നമുക്ക് അവനെയും പറ്റിച്ചു കളയാം. പത്ലു ഭയങ്കര ബുദ്ധിമാനാണ്. അവൻ ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും കോളമായി കളയും. ഓക്കെ, എല്ലാരും പണി തുടങ്ങിക്കോളൂ. ജോൺ, എല്ലാരും വന്നു. പറഞ്ഞ പോലെ 4 പേര്. അതിനുള്ള പണം ഞാൻ തന്നേക്കാം. കൂടെ വരൂ. കടല എന്റെ അമ്മോ. സ്നാക്സ് പ്ലീസ്. ഇതെന്താ പറ്റിയേ? എല്ലാവരും ഈ സമയത്ത് എന്തിനാ ഉറങ്ങുന്നേ? രാത്രി മുഴുവൻ നിങ്ങളൊക്കെ ഉറങ്ങാതെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതെ മോട്ടു, ഒന്ന് എഴുന്നേൽക്കും മോട്ടു. ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി കാണണ്ടേ? എന്തൊരു ഉറക്കമായത്. രാത്രി നീ ഉറങ്ങിയില്ലേ മോട്ടു? എന്തിനാ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. രാത്രി മുഴുവൻ ജോലിയായിരുന്നു. രാത്രി മുഴുവൻ ജോലി ചെയ്തെന്നോ? എവിടെയാ ജോലി ചെയ്തത്? ഒന്നുമില്ല. വരൂ എല്ലാവരും വരൂ. നമുക്ക് ചുറ്റിക്കറങ്ങാൻ പോകാം. വരൂ. എഴുന്നേക്കല്ലേ. പതുക്കെ രക്ഷപ്പെടണം. ഒളിച്ചെടുത്തല്ല, ഒളിച്ചെടുത്തല്ല, ഒളിച്ചെടുത്തല്ല. പൊട്ട്, കടല, പഴംപൊരി.
എന്റെ അമ്മോ, എന്റെ അമ്മോ, മമ്മി, ഡാഡി. തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് രാത്രി ഇവരെന്താ ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിക്കും. എന്നാ പോവാം. ഈ രാത്രിയില് മോട്ടോ എങ്ങോട്ടാ പോകുന്നേ? ഒളിച്ചെടുത്തല്ലോ, ഒളിച്ചെടുത്തല്ലോ, ഒളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, മമ്മി, ഡാഡി. എന്റെ അമ്മോ, എന്റെ അമ്മോ, ആരെന്നെ തല്ലിയത്? അല്ല, ഇത് ചിങ്കം സാറിന്റെ ശബ്ദമാണല്ലോ. ചിങ്കം സാറേ, നിങ്ങൾ ഇവിടെ ഈ നേരത്തെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഒളിച്ചെടുത്തല്ല ചിങ്കം സാറേ. മോട്ടു, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടോ? പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങൾക്കും നാഷണൽ മ്യൂസിയമിൽ ഞങ്ങളുടെ സ്റ്റാച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതേ പത്തിലോ ഇവിടെ കാണുന്നില്ല. ഇല്ല 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 ഇല്ല, പത്തിലോന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. ഇതെല്ലാം ആ ജോണിന്റെ പണിയായിരുന്നു അല്ലേ? ഇവിടെ വന്ന് വേഷം മാറി എല്ലാരെയും അവൻ കബളിപ്പിക്കായിരുന്നു അല്ലേ? ഹലോ, നിങ്ങളുടെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ പുറത്തു തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കുടുങ്ങി കേട്ടോ. പിടിക്കപ്പെട്ടെന്ന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി. രാത്രി എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ ജോൺ നിങ്ങളെ എല്ലാവരെയും പറ്റിച്ച് ഫ്രീ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് സ്വയം പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. താൻ എന്തൊക്കെയാ പറയുന്നത്? ഇന്ത്യ നിയമമാണ് സത്യം. വീട്ടിലെ ഞാൻ അവനെ. മോട്ടു, വന്നേ പോകാം. വേണ്ട വേണ്ട, നിക്ക്, ഇപ്പൊ പോകണ്ട. ജോണിന് മാത്രമല്ല, അവന്റെ കൂടെയുള്ള എല്ലാവർക്കും നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഇത്രയും ദിവസമായി നിങ്ങളെ എല്ലാവരെയും ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ? ഈ 3 പേരാണ് ആ ജോണിന്റെ കൂടെ ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാശ് പോലും തരാതെ ജോലി ചെയ്യിപ്പിച്ചവർ. ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെ ഡിഗ്ഗിങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇതിന്റെ 4 വശത്തും 20 മീറ്റേഴ്സ് വീതം ഇനിയും കുഴിച്ചാൽ അതിന്റെ അടിയിൽ വലിയൊരു നിധിയുണ്ട്. അതാണ് ഈ രാജ്യത്തിന്റെ നാഷണൽ ട്രഷർ. നാഷണൽ ട്രഷർ? റിയലി? നാഷണൽ ട്രഷർ? ഇതിനെ കുറിച്ച് ആരാദ്യം അറിയുന്നോ അവൻ കോടീശ്വരനാവും. ഇല്ല ഇല്ല, അങ്ങനെ വലിയ പൈസക്കാരൊന്നും ആവാൻ പറ്റില്ല. കാരണം ഈ നാഷണൽ ട്രഷർ ഗവൺമെന്റിന്റെ സ്വന്തം സ്വത്തല്ലേ. ഞാൻ ഇപ്പോൾ തന്നെ ഗവൺമെന്റിന് ഒരു ലെറ്റർ എഴുതാം. അങ്ങനെ ഇവിടെ ഡിഗ്ഗിങ് ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ തന്നിരിക്കും. അങ്ങനെ നമ്മുടെ പേര് വളരെ ഫേമസ് ആവും. അത് മാത്രമല്ല, നമുക്കിതിൽ 20% കമ്മീഷനും കിട്ടും. എന്താ ഇത്? എല്ലാം ചീറ്റിപ്പോയല്ലോ. ഓക്കെ, ലീവ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലീവാണ്. നിങ്ങൾ പണി നിർത്തിക്കോളൂ. ഇനി പണി ചെയ്യേണ്ട ആവശ്യമില്ല. What happened? നിങ്ങൾ എന്തിനാണ് ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? എന്ത് സംഭവിച്ചു? എന്ത് പറ്റി? നിങ്ങൾ വന്നാ നന്നായി. നിങ്ങൾ വന്ന് കുഴിക്ക്. നിങ്ങൾ പാർട്ട്ണർ അല്ലേ? അതൊക്കെ തോണ്ടാം. എന്താന്ന് പറ. ഇതിന്റെ അകത്തൊരു നിധിയുണ്ട്. നമുക്കിതെല്ലാം തോണ്ടി എടുത്തേ മതിയാവുള്ളൂ. എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് പണി തുടങ്ങാം. മീറ്റർ തോണ്ടിക്കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. ഈ ഏണിയിൽ പിടിച്ച് കയറി മുകളിലേക്ക് വാ. ആരാണ് നിങ്ങൾ? രാത്രിയിൽ മുഖം മൂടി ഇട്ടോണ്ട് ഇവിടെ ജോലി ചെയ്യാൻ വന്നിരുന്നില്ലേ? അവരാണ് ഞങ്ങൾ. ചേടാ, നമ്മൾ നല്ലപോലെ കുടുങ്ങിയെന്നാ തോന്നുന്നത്. എന്റെ സുഹൃത്തുക്കളെ പറ്റിച്ച് അവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും നിങ്ങളെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചത്. ഇവിടെ ഒരു നിധിയുമില്ല.
എനിക്ക് നിങ്ങളോട് ഒരുപാട് ദേഷ്യമുണ്ട്. വരുന്ന ദേഷ്യത്തിന് ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്ന് നിങ്ങളെ എല്ലാവരെയും ജയിലിൽ പൂട്ടിയിടും. നോ നോ, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അയാള് പറഞ്ഞത് അവർ ലേബറേഴ്സ് ആണെന്നാ. ഇതുവരെ നിങ്ങൾ ചെയ്തതിനുള്ള പണിക്കാശ് ഞാൻ ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്തേക്കാം, പേടിക്കണ്ട. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട. നിങ്ങൾ ആ ജോണിനെ ഒരു പാഠം പഠിപ്പിച്ചാൽ മതി. ഹാ. അവനെ പിടിച്ചോണ്ട് പോ. ഇനി ഇവിടെ കുഴിക്കുന്നതെല്ലാം ഇവനായിരിക്കും. ഇതൊക്കെ ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. ഞാനൊരു സാധാരണ കള്ളനാണ്. എന്റെ പേര് ജോൺ. എന്നെ എത്ര ജോലി ചെയ്യിപ്പിച്ച എങ്ങനെയാ? എന്നെ ഒന്ന് വിട്ടൂടെ പ്ലീസ്. എന്നെ ക്ഷമിക്കൂ. അതെ. Watch India's largest kids library only on Jio Hotstar. Download the app now.